വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ മേഖലകളിൽ CPMന് നഷ്ടമാകാൻ ഏത്തരത്തിലാണ് സാധ്യതയുണ്ടാകുന്നത്? അത് എങ്ങനെ UDFന് അനുകൂലമായിട്ട് വരും? ഈ 3 ജില്ലകൾ, അതായത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഇത് പരമ്പരാഗതമായി UDFൻ്റെ സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ 2016 2021 LDFന് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തത്. നമുക്കറിയാം, 99 സീറ്റാണ് 2021 LDFന് കിട്ടിയിട്ടുള്ളത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നഷ്ടമായി 98 എത്തി നിൽക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 5ഉം ഇപ്പോൾ LDFൻ്റെ കൈവശമാണ്. കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങൾ, ഇതിൽ 5 LDFനും 4 UDFനുമായിട്ട് നിൽക്കുന്നു. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ, ഇതിൽ 4 LDFനും 1 UDFനുമായിട്ടാണ് നിൽക്കുന്നത്. ആകെ 19 സീറ്റുകളുണ്ട്. ഈ 19 സീറ്റുകളിൽ ഏതാണ്ടൊരു 12 സീറ്റുകൾ വരെ CPMന് നഷ്ടമാകാനുള്ള സാധ്യത ഉണ്ട്. 12 മുതൽ 16 വരെ എത്തുകയും ചെയ്യും. അതായത് പത്തനംതിട്ട ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോന്നിയിലും ആറന്മുളയിലും CPM ആണ്. റാന്നിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം. പിന്നീട് വരുന്നത് അടൂരിൽ CPI, തിരുവല്ലയിൽ ജനതാദളുമാണ്. ഇതിൽ കോന്നി മണ്ഡലത്തിലേക്ക്, കോന്നി മണ്ഡലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ആറ്റിങ്ങൽ നിർത്തി പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് CPM തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അത് കോൺഗ്രസ്സുകാർക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയത്. അടൂർ പ്രകാശിനെ ഒതുക്കാൻ വേണ്ടി ചെയ്ത വേലയാണ് ആറ്റിങ്ങൽ കൊണ്ടുവന്ന് ജയിപ്പിച്ചു വിട്ടത്. അപ്പോൾ എന്തു പറ്റി? ഇവരുടെ കയ്യിലിരുന്ന കോന്നി അങ്ങ് പോയി. കോന്നിയിൽ അടൂർ പ്രകാശ് ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവാണ്. അടൂർ പ്രകാശിനെ തന്നെ വീണ്ടും ഇറക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ആ മണ്ഡലം തിരിച്ചു പിടിക്കാം. ഇപ്പോഴത്തെ MLA ജനീഷ് കുമാറിനെ കുറിച്ച് പരക്കെ ആക്ഷേപം നിൽക്കുന്നുണ്ട്. അപ്പോൾ കോന്നി ഇവർക്ക് തിരികെ കൊണ്ടുവരാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ ഇത് മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. LDFിലേക്കും UDFിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ CPMകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഒരടിത്തറയുള്ള ഇടമാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ കോന്നി. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഇടമാണ് കോന്നി. പിന്നെ വരുന്നത് ആറന്മുള മണ്ഡലമാണ്. ആറന്മുളയിൽ ഇപ്പോൾ വീണ ജോർജ് മന്ത്രിയാണ്. വീണ ജോർജിനെ കുറിച്ച് പരക്കെ ആക്ഷേപമേ ഉള്ളൂ. 2 തവണയായിട്ട് വിജയിക്കുകയാണ്. 2016 2021 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ നിർത്തി, പക്ഷെ പരാജയപ്പെട്ടു പോയി. 2021 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മന്ത്രിയായി വീണ ജോർജിനെ കുറിച്ച് പരക്കെ പരാതിയായി കഴിഞ്ഞു. ആരും ഫോൺ എടുക്കത്തില്ല. മണ്ഡലത്തിന് യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. പിന്നെ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള കേരളത്തിലെ തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിയും വീണ ജോർജ് തന്നെയാണ്. അതിലൂടെ തന്നെ സർക്കാരിൻ്റെ ഇമേജിന് വരെ കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ആറന്മുളയിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. ആറന്മുളയിൽ ശിവദാസൻ നായരെയാണ് തോൽപ്പിച്ചിട്ട് കോൺഗ്രസിലെ വീണ ജോർജ് വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഇറങ്ങാൻ സാധ്യതയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ ആറന്മുളയിൽ മത്സരിപ്പിക്കും എന്നാണ് അറിയുന്നത്. ഈ അവിടെ ഒരേ സഭയിൽപ്പെട്ടവർ തന്നെയാണ് ഇവരൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സഭാവിശ്വാസികളുടെ വോട്ടും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നല്ല പങ്ക് അച്ചു ഉമ്മന് നേടാൻ കഴിയും എന്ന് കരുതുന്നുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള ഒരു തരത്തിലും വോട്ട് സമാഹരിക്കാൻ കഴിയും. പിന്നെ റാന്നി മണ്ഡലത്തിൽ 2016 വരെ തുടർച്ചയായി 5 തവണ CPMൻ്റെ കയ്യിലായിരുന്നു. രാജു എബ്രഹാം ആയിരുന്നു അവിടെ MLA. റാന്നിയിലെ ജ്യോതി ബസു എന്ന് തന്നെയാണ് അന്ന് രാജു എബ്രഹാം അറിയപ്പെട്ടത്. 2016 മന്ത്രിയാക്കുമെന്നൊക്കെ കരുതിയതാണ്. പിണറായി അല്ലേ ആള്, PS-ന്റെ പക്ഷക്കാരനുമായിരുന്നു, കൊടുത്തില്ല. ഇപ്പോൾ അദ്ദേഹം MLA യുമല്ല, CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്.
LDFിലേക്ക് 2021 ജോസ് കെ മാണി വന്നപ്പോൾ അവർക്ക് ആ സീറ്റ് അങ്ങ് കൊടുത്തു. അവിടുന്ന് പ്രമോദ് നാരായണനാണ് ജയിച്ചു വന്നിരിക്കുന്നത്. പ്രമോദ് നാരായണന് കിട്ടിയിരിക്കുന്നത് 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. നല്ല രീതിയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കിയാൽ ഇത് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഒത്തൊരുമയോടുകൂടി പോയാൽ ഇതും പിടിക്കാൻ കഴിയും. അപ്പോൾ കോന്നി, ആറന്മുള, റാന്നി, ഇത് പിന്നെ വരുന്നത് അടൂരിലും വലിയ ഭൂരിപക്ഷമൊന്നും ചിറ്റയം ഗോപകുമാറിനില്ല. അതുകൊണ്ട് അവിടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ മുമ്പ് ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണത്. നല്ല രീതിയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കി കഴിഞ്ഞാൽ അതും തിരിച്ചു പിടിക്കാം. പിന്നെ വരുന്നത് ജനതാദളിലാണ്. ജനതാദൾ തിരുവല്ലയിൽ ജനതാദളിലെ മാത്യു ടി തോമസ് ആണ്. മാത്യു ടി തോമസിലൂടെ വലിയ വികസനമൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ തിരികെ കോൺഗ്രസിന് ഈ മണ്ഡലം പിടിക്കാമെന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ഇനി അതല്ല, മാത്യു ടി തോമസിന് വലിയ ജനപ്രിയതയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ ജില്ലയിലെ 4 മണ്ഡലങ്ങൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ UDFിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്നത് കോട്ടയം നിയമസഭാ ജില്ലയാണ്. അവിടെ 9 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 5 എണ്ണം LDFിനാണ്. ആ LDFിനുള്ളതിൽ CPMന് 1 മണ്ഡലമാണ് ഉള്ളത്. അത് ഏറ്റുമാനൂർ, നമ്മുടെ VN വാസവന്റെ മണ്ഡലം. പിന്നീടുള്ള CPIക്ക് 1 എണ്ണം, അത് വൈക്കം ആശ. പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉള്ളത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമാണ്. അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ UDFിന് അനുകൂലമായ സാഹചര്യമാണ്. LDFിലേക്ക് പോയപ്പോഴാണ് ഈ കോട്ടയം ജില്ലയിലെ ഈ 3 സീറ്റ് പിന്നെ LDFിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വലിയ പരിശ്രമം ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ ഏറ്റുമാനൂരിൽ CPMന്റെ കാര്യവും വലിയ സംശയത്തിൽ നിൽക്കുന്നതാണ്. കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നതുമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഭയന്നാണ് VN വാസവൻ ഏറ്റുമാനൂരിലേക്ക് പോയത്. അതുപോലെ വൈക്കത്ത് CPI നിലനിർത്തും. പക്ഷേ ഈ 3 മണ്ഡലങ്ങളും പിന്നീട് വരുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 4 എണ്ണമാണ് LDFിന്, 1 എണ്ണം UDFിനുമാണ്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിലെ മണ്ഡലം, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കും എന്നും അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കാതെ കോൺഗ്രസ് ഏറ്റെടുക്കും. അതുപോലെ തന്നെ ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടുക്കിയിലാണെങ്കിൽ ഈ ദേവികുളം മണ്ഡലം കോൺഗ്രസിന് സുഖമായി തിരിച്ചു പിടിക്കാവുന്ന മണ്ഡലമാണ്. കാരണം ഇപ്പോൾ രാജയാണ് അവിടുത്തെ. രാജയുടെ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി വരെ പോയതാണ്. പക്ഷേ ഒടുവിൽ രാജയ്ക്ക് തന്നെ അനുകൂലമായിട്ട് വന്നു. ഇനി ഇത് രാജയ്ക്ക് വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ മത്സരിച്ചിരുന്നത് രാജേന്ദ്രനായിരുന്നു. രാജേന്ദ്രനും പാർട്ടിയും തമ്മിൽ അല്പം ഭിന്നതയുണ്ടായി. രാജേന്ദ്രൻ ഏതാണ്ട് BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് CPMലെ വോട്ട് അവിടെ ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദേവികുളം ഇവർക്ക് തിരിച്ചു പിടിക്കാം. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ പീരുമേടിന്ന് വാഴൂർ സോമനാണ്. വാഴൂർ സോമൻ 1000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ വളരെ മുമ്പ് ബിജി മോൾ ജയിച്ച മണ്ഡലമാണ് CPIയിൽ തന്നെ. അപ്പോൾ CPIയുടെ കയ്യിൽ നിന്ന് ഇത് കോൺഗ്രസിന് സുഖമായിട്ട് തന്നെ തിരിച്ചു പിടിക്കാവുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പിന്നീട് വരുന്നത് ഇടുക്കി അവർ ചിലപ്പം നിർത്തുമായിരിക്കും. റോഷി അഗസ്റ്റിൻ തന്നെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള റോഷി. അപ്പോൾ ഈ ഇടുക്കി മണ്ഡലത്തിൽ ഈ 5 സീറ്റുള്ളതിൽ 4 എണ്ണം LDFിലും 1 എണ്ണം UDFിനുമാണ്. അത് തീർച്ചയായിട്ടും ഒരു 3 എണ്ണമെങ്കിലും അവർക്ക് UDFിന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജില്ലയാണ്. കാരണം ഇത് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കണക്കിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാവുന്ന സാഹചര്യം പലതും നിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.